തദ്ദേശ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. LDF സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ജില്ലയ്ക്ക് ലഭ്യമായ വികസന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDFന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. 2020 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലും 6-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3-ൽ 2 മുനിസിപ്പാലിറ്റികളിലും 38-ൽ 19 പഞ്ചായത്തുകളിലും ഭരണത്തിലേറിക്കൊണ്ട് LDF ജില്ലയിൽ കരുത്ത് തെളിയിച്ചിരുന്നുവെന്നും ഇതിനു പുറമെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ LDF പിന്തുണയോടെയാണ് ഭരണമുണ്ടായതെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. LDF ഭരണ നേതൃത്വത്തിലുള്ള ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച പ്രതിച്ഛായയും LDF സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ നാടിന് മാതൃകയായ മുന്നേറ്റങ്ങളും ജില്ലയ്ക്ക് ലഭ്യമായ വികസന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDFന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ആകെ 18 ഡിവിഷനുകളിൽ CPIM 10 ഡിവിഷനുകളിലും CPI 3 ഡിവിഷനുകളിലും INL 2 ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് M, RJD, NCP എന്നീ ഘടകകക്ഷികൾ 1 വീതം ഡിവിഷനുകളിലും മത്സരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ആ വർത്തമാനകാല സാഹചര്യത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗതയില്ലാതെ മുഴുവൻ പേരെയും ജാതിയുടെയോ മതത്തിൻ്റെയോ സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ അതിർവരമ്പില്ലാതെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം ചേർന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വർഗീയതയൊക്കെ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. നിശ്ചയമായിട്ടും അതുൾപ്പെടെ ഈ ജില്ലയിൽ LDFന്റെ വോട്ടുകൾ വർദ്ധിക്കുന്നതിന് സഹായമായി തീരും. അതുകൊണ്ട് ഞങ്ങൾ LDFന്റെ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത്. LDFന്റെ മിക്കവാറും 11 കക്ഷികളുണ്ട്, അതിൽ 9 കക്ഷികളുടെ നേതാക്കന്മാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് പത്രസമ്മേളനം നടത്താൻ തയ്യാറായത്. അപ്പോൾ ഇനി പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. LDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ചില വാർഡുകളിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്താങ്ങുകയാണ്. ആ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും ഞങ്ങൾ ജില്ലയിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും പഞ്ചായത്ത്, മുനിസിപ്പൽ LDF തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷനുകൾ 12 മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും നവംബർ 17-ന് പൂർത്തിയാകുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർഡ് തല LDF തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷനുകൾ നവംബർ 20-നകം പൂർത്തിയാകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.